ഇഷ്ടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ മാം എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു നിമിഷം കോഴിക്കോടുള്ള ഇത്രയും പേര് പല ഏജ് ഗ്രൂപ്പിലുള്ള പല സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരിപ്പോൾ ഈ വേദിയിൽ ഓഡിയൻസ് ആയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ ഈ കോഴിക്കോട് പട്ടണത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും. വെറുതെ ബീച്ചിൽ നടക്കാൻ പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോട് ഫോണിൽ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയെ വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ കിടന്നുറങ്ങാം. അതല്ലാതെ അതിന് പകരമായി ഇവിടെ വന്ന് ഇപ്പം ഞാനും മാഡവും അടങ്ങുന്ന ഒരു വേദിയിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇവർ കാണിക്കുന്ന മനസ്സിന് നമ്മൾ കൊടുക്കേണ്ട മിനിമം കമ്മിറ്റ്മെൻ്റ് ആണ് എനിക്ക് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്. കാരണം ഏതൊരു ശ്രോതാവിനും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തും ചെയ്യാൻ അവരുടെ കയ്യിലെ വിരൽത്തുമ്പുകൾ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാനുള്ള അവസരമുള്ള ഈ ഒരു സമയത്ത് 1 മണിക്കൂറോളം സമയം 2 വ്യക്തികൾ അവരുടെ മനസ്സിൽ നിന്ന് സംസാരിക്കുന്ന കാര്യം കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും കാണിക്കുന്ന മനസ്സാണ് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അല്ലാതെ സപ്പോർട്ടോ ഡിസെൻറ്റോ അല്ല. അപ്പോൾ എൻ്റെ ഓഡിയൻസ് ഫീലിംഗ്, അതുപോലെ മാം പറഞ്ഞത് കറക്റ്റാണ്, അതാണ് നമ്മളുടെ ഊർജം. അത് എന്താ പറയുന്നത്, ഫ്രണ്ട്ലി ആണോ കോസ്റ്റിക് ആണോ സ്കെപ്റ്റിക്കൽ ആണോ എന്നുള്ളത് രണ്ടാമത് വരുന്ന കാര്യമാണ്. പക്ഷെ അവരിതിനു വേണ്ടി വന്നതാണ്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പാടാൻ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ചോദിക്കുന്നത്. കാരണം നമ്മളെ കാണാനല്ല വരുന്നത്. അപ്പോൾ പാട്ട് കേൾക്കാതിരിക്കാനുള്ള പൈസയാണ് നമ്മൾ അവിടെ മേടിക്കുന്നത്. എൻ്റെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കാൻ എനിക്ക് പൈസ തരുന്നത്